ചെടികൾ നടുന്നതും അതിനെ കെയർ ചെയ്യുന്നതും അതിൻ്റെ ഓരോ വളർച്ച ഇങ്ങനെ ശ്രദ്ധിക്കുന്നതും എനിക്ക് നല്ല ഇഷ്ടമുള്ള പരിപാടിയാട്ടോ. ഈവനിങ് ആകുമ്പോഴത്തേക്കും ഞാൻ ഓരോ ചെടികളെയും നന്നായിട്ട് വാച്ച് ചെയ്യും. ടേബിൾ റോസയുടെയും 10 മണിയുടെയും കാര്യമാണെങ്കിൽ ഞാൻ വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വാടി നിൽക്കുന്ന പൂക്കളൊക്കെ ഞാൻ പറിച്ചു കളയാറുണ്ട് കേട്ടോ. ഞാനത് അവിടെ നിർത്താറില്ല. അപ്പോൾ അത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഗാർഡനിൽ പുതിയൊരു അതിഥി വന്നിരിക്കുന്നു. ആരാ ഇത്? നമ്മുടെ കൂണാണ്. കൂണ് പറിച്ചപ്പോൾ ഒരു ടേബിൾ റോസയും പോകുന്നു കേട്ടോ. ഇതൊക്കെ ഫ്രണ്ടിൽ നിന്നിരുന്ന എൻ്റെ ഒരു 10 മണിയുടെ 2 ചട്ടിയാട്ടോ. അതിനകത്ത് ഞാനിത് ഫ്രണ്ടിൽ കൊണ്ടുവച്ചതോടെ ഇതിനകത്ത് പൂവൊന്നും ഇടുന്നില്ല. അപ്പം തോന്നുന്നു വെയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ നന്നായിട്ട് പ്രൂം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വളമൊക്കെ ചെയ്തിട്ടാട്ടോ ഞാൻ മാറ്റുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ വെട്ടി കളയുന്നുണ്ട്, നല്ലൊരു ഗ്രോത്ത് വരാൻ വേണ്ടി. അപ്പം ഞാനൊരു വളം സാധാരണയായിട്ട് ഈ 10 മണിക്കൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതൊന്ന് തളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഈ എടുക്കുന്നതിൽ നല്ല സ്റ്റെമ്മൊക്കെ ഉള്ളത് ഞാൻ അവിടെ കുത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ചെടി കളയുന്നതിനോടൊന്നും താല്പര്യമില്ല. അതിനുശേഷം ഞാൻ ഓരോ ചെടിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടികളാട്ടോ ഇത്. ഇതിനൊന്നും അത്ര ഗ്രോത്ത് പോരാ. എനിക്ക് തോന്നുന്നു വെയിലധികം അടിക്കാത്തൊരു സ്ഥലമാണ് നമ്മളിവിടെ ഷീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ വീടിന് ചുറ്റും നിറയെ പുളിയിലുള്ള സ്ഥലമാട്ടോ. അപ്പം ചുറ്റും 2-3 പുളിയൊക്കെ നിൽപ്പുണ്ട്. അപ്പം ഈ പുളിയില വീഴുന്നതും അത് ക്ലീൻ ചെയ്യുന്നതും ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പം നമുക്ക് ഈ ചെടിച്ചട്ടി നിൽക്കുന്നത് ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടിയൊക്കെ സൈഡിലോട്ടൊക്കെ മാറ്റും. അത് എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ പലയിടത്തോട്ടും മാറ്റാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫ്രണ്ടിൽ ഒരു സ്ഥലം കേട്ടോ. ഈ ഒരു ചെറിയൊരു മൂലയാണ്. അവിടെ നമ്മൾ ഈ സിങ്കോണിയത്തിൻ്റെയൊക്കെ തൈ ഉണ്ട്. അത് ഞാൻ കുറച്ചൊക്കെ മതിലിലും പിന്നെ മണി പ്ലാന്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സിങ്കോണിയത്തിനെ നമ്മളിത് ഈ ചട്ടിയിലാക്കാം എന്ന് വിചാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വളമൊക്കെ ഇട്ട് വെച്ചിരുന്ന ചട്ടിയാണ്. അപ്പോൾ അവിടെ ഒരു സിങ്കോണിയം ഓൾറെഡി നിൽപ്പുണ്ട്. അപ്പം അതിനൊരു കൂട്ടായിട്ട് ഈ സിങ്കോണിയത്തെ ഞാൻ നിർത്തി. അപ്പോൾ ഈ ചട്ടിക്കകത്ത് എല്ലാ വളങ്ങളും ഇട്ട് വെച്ചേക്കുന്ന ചട്ടിയാട്ടോ. ചകിരിച്ചോറും അതുപോലെ തന്നെ നമ്മുടെ ചാണാപ്പൊടിയും പിന്നെ അല്ലാണ്ടുള്ള വേസ്റ്റ്, നമ്മുടെ കമ്പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു പോട്ടാണ് കേട്ടോ അത്. പിന്നെ ലാസ്റ്റ് ഞാൻ എല്ലാ ചെടികൾക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഞാൻ രാവിലെയും വൈകുന്നേരം, വെയിൽ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് രാവിലെയും വൈകുന്നേരം ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ ചെടികളും രാവിലെ ഒരു 10 മണിക്ക് മുന്നേ, എന്തായാലും ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വെള്ളം നനച്ച് കൊടുക്കും. അല്ലെങ്കിൽ പൂവൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൂമ്പടിയൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ ആ ഒരു ടൈമിൽ ഇത് ചെയ്യാറുണ്ട്. ഇവിടെ നിർത്തിയതിന് ശേഷം കേട്ടോ നമ്മുടെ റോസ നന്നായിട്ട് പിടിക്കാൻ തുടങ്ങി. അതുമല്ല, മുട്ടത്തോണ്ടിൻ്റെ ആ ഒരു മിക്സ്ചർ ഇട്ടതോടെ നമ്മുടെ റോസയ്ക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ട് കേട്ടോ. ഈ ഒരു ചെടി എന്നൊന്ന് ശ്രദ്ധിച്ചോണം. ഈ ചെടി കാട്ടുചെടിയാണെന്ന് ഇവരൊക്കെ പറയുന്നത്. ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അതിന് 2 പേരാണ് വാങ്ങിച്ചിട്ടുള്ളത്. അവസാനം നമ്മുടെ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ചു. നമ്മുടെ കാട്ടുചെടിക്കും വെള്ളം കൊടുത്തതിന് ശേഷം ഞാൻ